ഇപ്പം നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അർജുനെ കാണാതായതെന്ന് പരാതി കിട്ടിയത് 19 രാത്രിയാണ്. പിറ്റേ ദിവസം, അതായത് 20-ാം തീയതി മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോറി കരയിൽ ആണുള്ളതെന്ന് GPS ഡാറ്റ അർജുന്റെ അവിടെ എത്തിയ കുടുംബം സൂചിപ്പിച്ചു. അങ്ങനെ ലോറിയുടെ ഉടമ മനാഫ് പറഞ്ഞു. അതുകൊണ്ട് 20-ാം തീയതി തെരച്ചിൽ തുടങ്ങിയത് കരയിലാണ്. വേഗത്തിൽ അന്ന് മണ്ണ് നീക്കരുത് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. മലയുടെ ഭാഗത്തെ മണ്ണ് ഒറ്റയടിക്ക് എടുക്കുകയോ നീക്കുകയോ ചെയ്താൽ വീണ്ടും വലിയ ദുരന്ത സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് കിട്ടി. അതായത് വീണ്ടും മണ്ണിടിയുമെന്ന് GSI അറിയിച്ചു. വലിയ യന്ത്രങ്ങൾ ദുരന്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പ്രവർത്തിച്ചാൽ വലിയ തോതിൽ മണ്ണിടിയുമെന്നും GSI റിപ്പോർട്ടുണ്ടായിരുന്നു. ഘട്ടം ഘട്ടം മാത്രമേ മണ്ണ് നീക്കാവൂ എന്നും കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. മലയുടെ ഭാഗത്തെ മണ്ണല്ല, റോഡിന്റെ ഭാഗത്തെ മണ്ണാണ് എടുത്തു തുടങ്ങേണ്ടത് എന്നായിരുന്നു ലഭിച്ച വിദഗ്ധ നിർദ്ദേശം. ഇതൊക്കെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇന്നിപ്പം വീണ്ടും ആ ഹർജി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും കർണാടക സർക്കാർ നൽകുന്ന സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ഇതാണ്. പക്ഷേ ആ തീയതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അർജുന്റെ കുടുംബം ഉറപ്പിച്ച് പറയുന്നുണ്ട് 16-ാം തീയതി അർജുനെ കാണാനില്ല, ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ സമയം മുതൽ അർജുന് വേണ്ടി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് രാത്രി അവിടെ നിന്ന് പുറപ്പെട്ട് 17-ാം തീയതി തന്നെ അങ്കോലയിലേക്ക് എത്തിയതാണ്. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ജിതിൻ അടക്കമുള്ള ബന്ധുക്കൾ പോയിരുന്നു. FIR ഇടാൻ ആദ്യം അവർ വിസമ്മതിച്ചു എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. കാരണം കുറെ പേരെ ആ ശിരൂരിലെ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളെയും കുറെ പേരെ കാണാതായിരുന്നു. അങ്ങനെ കുറെ മിസ്സിംഗ് കേസ് ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് മാത്രമേ ഇത് മുന്നോട്ടെടുക്കാൻ, അതായത് ഒരു സിംഗിൾ കേസായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ജിതിൻ അന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം. കെ മധുവിലേക്ക് വീണ്ടും പോവുകയാണ്. മധു, ഇതാണ് കർണാടക സർക്കാർ കോടതി അറിയിക്കാൻ പോകുന്ന കാര്യം. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ല. GPS ലൊക്കേഷൻ അനുസരിച്ച് ലോറി കരയിലുണ്ട് എന്ന് ജിതിന്റെ കുടുംബവും ലോറി ഉടമ മനാഫുമാണ് പറഞ്ഞത്. അത് നമുക്കറിയാം. മനാഫ് നമ്മളോടും പറഞ്ഞൊരു കാര്യമാണ്. ഭാരത് ബെൻസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് കരയിലുണ്ട് ലോറി എന്നുള്ള ഒരു ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. അപ്പൊ അതനുസരിച്ച് തെരച്ചിൽ നടത്തി. അതുകൊണ്ടാണ് പുഴയിൽ, അവരുടെ അനുമാനം പുഴയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതുകൊണ്ട് 20-ാം തീയതി പരിശോധന തുടങ്ങിയത് കരയിലാണ് എന്ന് അവർ പറയുന്നു. അപ്പൊ ഇതാണ് കർണാടക സർക്കാരിന്റെ നിലപാട്. അവർ അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശാസ്ത്രീയമായി കർണാടക സർക്കാർ പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ നിന്ന് നോക്കുമ്പോൾ. കാരണം ഇത് ഒരു വൈകാരികമായ വിഷയമല്ല. ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് നീക്കലും തുടങ്ങിയ കാര്യങ്ങളും നേരെ കുത്തനെ ചെത്തിയെടുത്തൊരു പാതയാണ്. അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും കുതിർന്നു നിൽക്കുന്ന മണ്ണ് മറ്റൊരു വലിയ അപകടത്തിന് കാരണമാകുന്ന വിധത്തിലേക്ക് നിലംപൊത്തുമോ എന്നുള്ള ആശങ്ക തുടക്കം തൊട്ടേയുണ്ട്, ഇപ്പോഴുമുണ്ട്. ആ ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ആദ്യം റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് പരിശോധന നടത്താനുള്ള പ്രധാന കാരണം ഈ 40 ടണ്ണോളം വരുന്ന വിധത്തിൽ ലോഡായി നിൽക്കുന്നൊരു ട്രക്ക്, അത് മുകളിൽ നിന്നും മണ്ണ് വന്ന് വീണ് ആ പാതയോരത്ത് തന്നെ പുതഞ്ഞു പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആ മേഖലയിൽ പരിശോധന നടത്തിയത്. അത് പക്ഷേ ആ ഉണ്ട് എന്ന് കരുതിയ ആ മേഖലകളിലെല്ലാം പതിയെ മണ്ണ് നീക്കി പരിശോധിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ദേശീയപാതയിൽ അതില്ല എന്ന് ഉറപ്പിക്കുന്നു. അതിനുശേഷമാണ് വീണ്ടും പുഴയിൽ പരിശോധന നടത്തിയത്. പുഴയിലും തീരത്തുള്ള പ്രദേശത്താണ് ആദ്യം പരിശോധന നടത്തിയത്. അപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഒറ്റയടിക്ക് ഈ മണ്ണ് പൂർണ്ണമായും മാറ്റുക എന്നത് വലിയ മറ്റൊരു ദുരന്തത്തിന് കാരണമാകുമോ എന്നുള്ള പേടി അവിടെയും പ്രധാനമാണ്. കാരണം ഇപ്പോൾ തന്നെ ആ വഴിയുള്ള ട്രക്കുകളൊന്നും കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല ദേശീയപാതയിൽ. കാരണം അത്തരത്തിലുള്ളൊരു അപകടം ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ആര്യ പറഞ്ഞത്, ഇവിടെ പ്രാദേശിക മാധ്യമങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത് 10 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ 10 പേരുടെ ഡാറ്റ ആ സമയത്ത് ഇവരുടെ കയ്യിൽ ലഭ്യമായിരുന്നില്ല. പക്ഷെ 10 പേരെ കാണാനില്ല എന്നുള്ള വിധത്തിലായിരുന്നു. അതിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണങ്ങൾ, അർജുന് വേണ്ടിയുള്ള വലിയ തിരക്കിട്ട നടപടികൾ സംസ്ഥാനത്ത് നിന്ന് ജനപ്രതിനിധികൾ ഇവിടെ എത്തി, കോഴിക്കോട് MP ഇവിടെ എത്തി, മറ്റ് MLA-മാരൊക്കെ എത്തി. ആ വിധത്തിൽ വലിയ തോതിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായപ്പോൾ ആ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വരുന്നു. പക്ഷേ കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേവിയുടെ ഉദ്യോഗസ്ഥർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ സേനാ വിഭാഗത്തിൻ്റെ വാഹനങ്ങൾ അതേ
ആ അപകട മുനമ്പിലേക്ക് വീണ്ടും കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ ഇത് കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി കുറെ കൂടി ശക്തമായ വിധത്തിൽ അന്വേഷണം നടത്താമെന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 പേർ പോകുന്നു. നമ്മൾ അർജുൻ എന്ന വിധത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ 10 പേരിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ചെന്നെത്തുമ്പോൾ അത് മറ്റൊരു അപകടമുണ്ടാക്കുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. കർണാടക സർക്കാരിന് ഹൈക്കോടതിയിൽ സമീപിക്കാവുമ്പോൾ സ്വാഭാവികമായും അവരുടെ നിഗമനങ്ങൾ അവർക്ക് ലഭിച്ച ഡാറ്റ അനുസരിച്ചുള്ളതാണ്. അതാണ് ഹൈക്കോടതിയിൽ അവർ അറിയിക്കാനും പോകുന്നത്.